അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി ഉറക്ക സ്വലാത്തല്ലണം. ഈ ചില വെള്ളിയാഴ്ച പള്ളിയിൽ കുത്തുപോകും പോലെ ആകരുത്. സ്വലാത്ത് ഉറക്ക ചൊല്ലണം. ചില പള്ളിയിൽ കുത്തുപോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഒക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ടാകും. ബിരുദം കൊടുക്കാൻ പറ്റും, നൗമി ബിരുദം എല്ലാവർക്കും. ബിരുദത്തിന് പുതിയ പേരായിക്കോട്ടെ, ഇല്ലെങ്കിൽ ആരെങ്കിലും സ്വീകരിച്ചോളെ. എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. വെള്ളിയാഴ്ച ജുമാക്കറിനൊക്കെ നൗമി പുതിയ ബിരുദം. ഒക്കെ ഉറങ്ങാനാ പള്ളിയിലേക്ക് വരുന്നത്. സ്വലാത്ത് ഉറക്ക ചെല്ലണ്ടേ? അങ്ങനല്ലേ മഹാന്മാര് പഠിപ്പിച്ചത്? സ്വലാത്ത് കൊണ്ട് ശബ്ദം ഉയർത്തണം അല്ലേ? എന്നിട്ട് എവിടെ ഉയർത്തണം? നിങ്ങളെ പള്ളി ഉയർത്തലുണ്ടോ? എന്തിനാണ് പിന്നെ കൂടുന്നത്? കാരണവന്മാരായിട്ട് ചില ആൾക്കാരാണ് അങ്ങനെ ഇരിക്കുന്നത്. ഞാൻ ചിലപ്പോഴൊക്കെ പറയാം അവർക്ക് മരിച്ചൂടെ. ഉറക്ക സ്വലാത്തല്ലണം. എന്താ തൊള്ളയിലെന്താ പിണ്ണാക്കുണ്ടോ? അത് ചെല്ലാതെ അമീറുൽ മൂമിനീൻ എന്ന് കേൾക്കുമ്പോൾ കാണാം റളിയല്ലാഹുവിനോട് ഉറക്ക ചൊല്ലണാണ്. നിങ്ങൾ ആ റളിയല്ലാഹുവിന് ഭയങ്കര സൗണ്ടില് സ്വലാത്താണെങ്കിൽ പതുക്കെയും. അതൊരു മര്യാദക്കേടല്ലേ? സൂഉല്ലദബല്ലേ സഹോദരങ്ങളെ? ശബ്ദം ഉയർത്തേണ്ടത് ഏതുകൊണ്ടാ? സ്വലാത്ത് കൊണ്ടാണ്. നിങ്ങളിങ്ങനെ ഉറങ്ങിയിരിക്കരുത്. അങ്ങനെ ഉറങ്ങിയിരുന്ന അപ്പൊ തന്നെ ഞാൻ അവസാനിപ്പിക്കും. ഹസൻ ഉസ്താദ് വിളിച്ചുകൊണ്ട് വന്നാണ്. എനിക്ക് പിന്നെ അങ്ങനെ നിർബന്ധമായി വന്നാണ്. എല്ലാ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ട് സ്വലാത്ത് ഉറക്കെ ചൊല്ലണം. അത് രണ്ടാളിരിക്കുകയാണെങ്കിൽ ആ രണ്ടാള്, 150, 200, 300 ആൾ വേണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ഒരു നിർബന്ധമില്ല. ഇരിക്കുന്നവർ കേൾക്കുന്നവർ സ്വലാത്ത് ഉറക്കെ ചൊല്ലിക്കൊള്ളണം. ബഖീലാകാൻ പാടില്ല. ആരാ ബഖീല്? അൽ ബഖീലു മൻ ദുക്കിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ. എന്നെ കേട്ടിട്ട്, എന്റെ ഇസ്മ കേട്ടിട്ട് സ്വലാത്ത് ചെല്ലാത്തവനാണ് ബഖീൽ. വെള്ളിയാഴ്ച ഇസ്മല്ല ലമീറിനടക്കം സ്വലാത്തല്ലണമെന്നല്ലേ പറഞ്ഞത്? ഇസ്മിനെ അല്ലേ വലിയ ഭാഗ്യമായി, പിന്നെ ലമീറിന്. അലൈഹി, സ്വല്ലല്ലാഹു അലൈഹി എന്ന് കേൾക്കുമ്പോ അതിന് ചൊല്ലണം. എന്ത്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅലാ ആലിഹി, അവിടെയും ചൊല്ലണം. എന്ത്? ഖത്തീബ് ചൊല്ലിത്തന്നെങ്കിലേ ചൊല്ലു, കേൾക്കണോടെ പറഞ്ഞേ. വസ്വഹ്ബിഹി, അവിടെയും ചൊല്ലണം സ്വലാത്ത്. പക്ഷെ അതൊന്നും ഇല്ലെങ്കിലും സഹോദരങ്ങളെ, ആ ഇസ്മിനെങ്കിലും ഒന്ന് ചൊല്ലണ്ടേ? എല്ലാവരും വെള്ളിയാഴ്ച ഉറക്ക സ്വലാത്തല്ലണം. നിങ്ങൾ ഒരാൾ ഉറക്ക ചൊല്ലിയിട്ട് ആ ഉറക്ക കേട്ടിട്ട് വേറെ ആരെങ്കിലും ചൊല്ലിയാൽ അന്നത്തെ ദിവസം നിങ്ങൾ വിജയിച്ചു.